നിങ്ങൾ സിനിമാ മേഖലയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള നല്ല സിനിമകൾ ഏതൊക്കെയാണ്? ഇനി ഇറങ്ങാൻ പോകുന്ന ഒറ്റക്കൊമ്പൻ അങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില സിനിമകൾ അത് ഇറങ്ങിയിട്ട് പോലുമില്ല. അതിന് മുൻപ് ഇറങ്ങിയിട്ടുള്ള പിന്നെ ഏതാ കാവലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സിനിമകളുണ്ട്. ഇതൊക്കെയാണോ നിങ്ങൾ ഈ പറയുന്ന വലിയ സംഭാവന? നിങ്ങൾ എന്താണ് അതിൽ അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നത്? നിങ്ങൾ വലിയ അഭിനയ കുലപതിയൊന്നുമല്ല, അഭിനയിക്കുന്നുണ്ട് ആവറേജ്. അങ്ങനെയുള്ളൊരു സിനിമയായിട്ടാണോ ഭ്രമയുഗത്തിനെ അവർ തിരഞ്ഞെടുത്തത്? ഒരിക്കലുമല്ല. ഇതിൽ അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ അവാർഡ് കിട്ടി. ഞാൻ വലിയ ഉന്നത കുലജാതനാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് എന്തേ അവാർഡിന് ആ ഒരു നിശയിൽ അങ്ങേക്ക് കയറിപ്പെടാൻ പറ്റാഞ്ഞത്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള സംഘികൾ തന്നെ നിങ്ങൾക്ക് അവാർഡ് തരാത്തത് എന്താ? നിങ്ങൾ അത് ചോദിക്കാത്തത് എന്താ? സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് തന്നെ നിങ്ങൾക്ക് മതിയോ? ഈ മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് കൊടുത്തപ്പോൾ അതിന്റെ സൈഡിൽ കൂടി എന്തെങ്കിലും ഒരു ചെറിയൊരു അവാർഡെങ്കിലും നിങ്ങൾക്ക് തരാൻ നിങ്ങൾക്ക് പറയാമായിരുന്നു. സംസ്ഥാന സർക്കാർ നൽകുന്ന അവാർഡുകളൊക്കെയും മോശമാണെന്ന് പറയുന്ന ആളുകൾ തന്നെ ആ അവാർഡ് കിട്ടാത്തതിന്റെ വലിയ രീതിയിലുള്ള ഖേദപ്രകടനവുമായിട്ടൊക്കെ രംഗത്തേക്ക് ഇപ്പോൾ വരുന്നൊരു കാഴ്ചയാണ് സുഹൃത്തുക്കളെ നമ്മൾ കാണുന്നത്. വല്ലാത്ത കഷ്ടമാണ്. ആൾക്ക് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ആ വിഷമത്തിനെ കളിയാക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഇങ്ങനത്തെയൊക്കെ വൃത്തി